രൺബീർ കപൂർ, രശ്മിക മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ആനിമൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയെങ്കിലും വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. സിനിമയിലെ അക്രമരംഗങ്ങളും രക്തച്ചൊരിച്ചിലും അരോചകമാണെന്ന് നിരവധി പേർ ആരോപിച്ചു. ലക്ഷ്യ അഭിനയിച്ച കിൽ എന്ന ചിത്രവും ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹനീഫ് അദേനി ഉണ്ണിമുകുന്ദൻ കൂട്ടുകെട്ടിലെത്തിയ മാർക്കോ ചർച്ചയാകുന്നത്. എന്നാൽ മാർക്കോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം 50 കോടിയും കടന്ന് മുന്നേറുകയാണ്. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും അക്രമാസക്തമായ ചിത്രമെന്നാണ് മാർക്കോയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഉണ്ണിമുകുന്ദനെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു എസ് തിലകൻ, കബീർ ദുഹാൻ സിംഗ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ആനിമൽ, കിൽ, KGF പോലുള്ള സിനിമകളേക്കാൾ കൂടുതൽ വയലൻസാണ് മാർക്കോയിലുള്ളതെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. കുട്ടികൾക്കെതിരായ ട്രാഫിക് അക്രമം ഉൾപ്പെടുന്ന രംഗങ്ങൾ വരെ മാർക്കോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും മാർക്കോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഫുള്ളാണ്. അതിനിടെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസ് ഹിറ്റാകാൻ പോകുന്ന അല്ലു അർജുൻ, രശ്മിക മന്ദാന ചിത്രം പുഷ്പ 2വിനെയും വീഴ്ത്തിയാണ് മാർക്കോയുടെ തേരോട്ടം. ഡിസംബർ 20-നാണ് മാർക്കോ റിലീസ് ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ മാർക്കോ ഇന്ത്യയിൽ നിന്ന് മാത്രം 25 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ആഗോളതലത്തിൽ 50 കോടിയും മാർക്കോ പിന്നിട്ടു. കേരളത്തിൽ നിന്ന് മാത്രം 20 കോടിയിലേറെ രൂപ മാർക്കോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. അല്ലു അർജുന്റെ പുഷ്പ 2 സംസ്ഥാനത്ത് നിന്ന് 3 ആഴ്ചക്കിടെ നേടിയതിനേക്കാൾ കൂടുതലാണിത്. 30 കോടി ബജറ്റിലാണ് മാർക്കോ ഒരുക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.